Good morning. ഇന്ന് നമുക്ക് തിയറി സ്ട്രക്ചേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് പോർഷൻ ആണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ നമ്മുടെ റെഗുലർ സ്റ്റുഡൻസിന് ഈ പോർഷൻസ് എല്ലാം കിട്ടിയിട്ടുള്ളതാണ്. മാത്രമല്ല ഇതിന്റെ റെക്കോർഡഡ് വീഡിയോസും ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ തേർഡ് മൊഡ്യൂളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ക്യാമറ വർക്കിംഗ് അല്ല, സോ വീഡിയോ ഉണ്ടായിരിക്കില്ല കേട്ടോ. സ്ക്രീൻ ഷെയർ ചെയ്യാം, എൻ്റെ വീഡിയോ ഉണ്ടായിരിക്കില്ല. ഓക്കെ, കാണാമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ തേർഡ് മൊഡ്യൂളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലെറ്റർ സ്റ്റുഡൻസിന് സ്റ്റാർട്ടിംഗ് പോർഷനുമായിട്ട് ബന്ധമില്ലാത്ത പോർഷൻസ് ആയതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് എടുത്തുകൊണ്ട് പോയത്. പക്ഷേ ഇനി നമുക്ക് തേർഡ് മൊഡ്യൂളിൽ ചെറിയൊരു ടോപ്പിക്കായിട്ടുള്ള തിൻ സിലിണ്ടേഴ്സ് എന്നുള്ള ടോപ്പിക് കൊടുക്കാനുണ്ട്. ഒപ്പം നമ്മുടെ ബീംസ് ആൻഡ് ബെൻഡിങ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് എടുക്കാനുണ്ട്. അതായത് അതിനകത്താണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളത് പോലെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഒക്കെ വരയ്ക്കാനുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി സ്ട്രക്ചേഴ്സിന്റെ ഏറ്റവും വളരെ നിങ്ങൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ മാത്രമല്ല, സ്ട്രക്ചറിനെ ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് സ്ട്രക്ചറൽ അനാലിസിസ് എന്ന് പറയുന്നത്. സ്ട്രക്ചറൽ ഡിസൈന് തൊട്ട് മുന്നേ ചെയ്യുന്ന സ്റ്റെപ്പാണ് സ്ട്രക്ചറൽ അനാലിസിസ്. അപ്പോൾ ഡിസൈൻ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പോർഷൻ ആണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട്. അപ്പോൾ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തിയറി സ്ട്രക്ചേഴ്സിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ കുറച്ച് പോർഷൻസ് അറിഞ്ഞിരിക്കണം. അതായത് റിയാക്ഷൻ കാണാനൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അത് ലെറ്റർ സ്റ്റുഡൻസിനും കൂടെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ടിംഗ് പോർഷൻ ആക്കിയിട്ടുള്ളത്. നമ്മുടെ എല്ലാ സ്റ്റുഡൻസും ഇത് കേൾക്കുക തന്നെ വേണം, കാരണം നിങ്ങൾക്കും കൂടെ ഇത് സഹായകരമാണ്. കുറേ പേര് ഇനിയും റിയാക്ഷൻ കാണാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാടില്ല. നമുക്ക് ഇനിയുള്ള പോർഷൻസിൽ റിയാക്ഷൻ കാണുന്നത് അത്യാവശ്യമാണ്. വളരെ ബേസ് സ്റ്റെപ്പാണ് റിയാക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു പോർഷൻസിലേക്കാണ് നമ്മളിപ്പോൾ നീങ്ങുന്നത്. ഈ ഒരു പോർഷൻ മാത്രമേ ഞാൻ എക്സ്ട്രാ ക്ലാസ് ആയിട്ട് എടുക്കുന്നുള്ളൂ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ലെറ്റർ സ്റ്റുഡൻസിന് ബാക്കി എല്ലാറ്റിൻ്റെയും റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ ലെറ്റർ സ്റ്റുഡൻസ് എല്ലാവരും തന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, ബാക്കി വീഡിയോസ് എല്ലാം തന്നെ കേൾക്കാനായിട്ട് ശ്രമിക്കണം. ലിങ്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് തരുന്നതാണ്. ഈ സ്റ്റാർട്ടിംഗ് പോർഷനിലെ ക്ലാസ് നമ്മൾ പണ്ട് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത് റെക്കോർഡഡ് വീഡിയോ ആയിട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഇതിൽ കൂടിപ്പോയി അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും അവരുടെ അറ്റൻഡൻസ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ലൈവ് ചാറ്റിൽ എല്ലാവരും അറ്റൻഡൻസ് ഒന്ന് കമന്റ് ചെയ്യാം. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ഒരു സെക്ഷൻ മാത്രമേ നമ്മൾ പ്രീവിയസ് ക്ലാസ് മുന്നെടുത്തു പോയ ഒരു പോർഷൻ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാറ്റിൻ്റെയും റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആണ്. നിങ്ങളത് കേൾക്കാനായിട്ട് ശ്രമിക്കണം. ഈ ഒരു ക്ലാസ് മാത്രം നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സബ്ജക്ട് റിലവൻസ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. സബ്ജക്ട് റിലവൻസിലാണ് നമ്മളൊരു സബ്ജക്ട് പഠിക്കുന്നത് എന്ന്. For satisfying the design criteria such as strength, stiffness, stability. അപ്പോൾ ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പാണ് സ്ട്രക്ചറൽ അനാലിസിസ് എന്ന് പറഞ്ഞു ഞാൻ, അല്ലേ? അപ്പോൾ നമ്മളൊരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ട്രെങ്ത് ഉള്ളതായിരിക്കണം, സ്റ്റിഫ്നെസ് ഉള്ളതായിരിക്കണം, സ്റ്റെബിലിറ്റി, ഡ്യൂറബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നത്. ഇതൊക്കെയാണ് അതിന്റെ ഡിസൈൻ ക്രൈറ്റീരിയാസ്. ഒരു സ്ട്രക്ചറിന്റെ ഡിസൈൻ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് സ്ട്രെങ്ത്, സ്റ്റിഫ്നെസ് ആൻഡ് സ്റ്റെബിലിറ്റി ആണ്. പിന്നെ എന്തിനാന്ന് വെച്ചാൽ അപ്പൊ ഇതെല്ലാം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഒരു സബ്ജക്റ്റ് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അണ്ടർസ്റ്റാൻഡിങ് ദ സ്ട്രക്ചറൽ ബിഹേവിയർ അണ്ടർ ദി ആക്ഷൻ ഓഫ് ഡിഫറെന്റ് ലോഡ്സ്. പല ടൈപ്പിലുള്ള ലോഡ്സ് നമ്മുടെ സ്ട്രക്ചറിൽ ആക്ട് ചെയ്യും.
അപ്പൊ ആ സ്ട്രക്ചറിൽ ആക്ട് ചെയ്യുമ്പോൾ ഓരോ ലോഡും ഡിഫറെന്റ് ആണ്. അതായത് നമുക്കറിയാം, നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് ഡെഡ് ലോഡ്, ലൈവ് ലോഡ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോഡുകൾ നമ്മൾ സ്ട്രക്ചറിൽ ആക്ട് ചെയ്യും. ആ ഓരോ ലോഡിലും നമ്മുടെ സ്ട്രക്ചർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതനുസരിച്ച് അത് മനസ്സിലാക്കിയിട്ട് വേണം നമുക്കൊരു സ്ട്രക്ചറിനെ ഡിസൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഒബ്റ്റൈനിങ് ദ ഡിസൈൻ ഇൻപുട്സ് സച്ച് ആസ് ഇന്റേണൽ ഫോഴ്സസ് ആൻഡ് മൊമെന്റ്സ്. നമ്മുടെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നതിന് മുൻപ് അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ അതിന്റെ ഷിയർ ഫോഴ്സ് എത്രയാണ്, ചിലപ്പോൾ അതിന്റെ ബെൻഡിങ് മൊമെന്റ് എത്രയാണ്, അല്ലെങ്കിൽ അതിനവിടെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എത്രയാണ്, അവിടെ ഉണ്ടാകുന്ന ഇന്റേണൽ സ്ട്രെസ് അല്ലെങ്കിൽ അവിടുത്തെ സ്ട്രെയിൻ എത്രയാണ്. അപ്പൊ അതെല്ലാം നമുക്ക് ചിലപ്പോൾ ഡിസൈൻ ക്രൈറ്റീരിയ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത്. അപ്പൊ ആ ഇൻപുട്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യുന്നത്. ആ സ്ട്രക്ചറൽ അനാലിസിസിന്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. ഇനി മൊഡ്യൂൾ 1-ലെ ഫോഴ്സ് ആൻഡ് മൊമെന്റ്, സപ്പോർട്ട്, റിയാക്ഷൻ, സെന്റർ ഓഫ് ഗ്രാവിറ്റി, മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് ഫോഴ്സ് ആൻഡ് മൊമെന്റ്സ് ആൻഡ് സപ്പോർട്ട് റിയാക്ഷൻ ഇതിന്റെയാണ് നമുക്ക് റെക്കോർഡഡ് വീഡിയോസ് ഇല്ലാത്തത്. സെന്റർ ഓഫ് ഗ്രാവിറ്റി, മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെയൊക്കെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, മൊമെന്റ് ഓഫ് ഇനർഷ്യ അതിന്റെയൊക്കെ റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്. അപ്പൊ നമ്മളത് റിപ്പീറ്റ് ചെയ്യില്ല കേട്ടോ. ഈ ഫോഴ്സ് ആൻഡ് മൊമെന്റ്സ്, സപ്പോർട്ട്, റിയാക്ഷൻസ് മാത്രമേ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഇനി മൊഡ്യൂൾ 2 ആണെങ്കിൽ സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, ടെമ്പറേച്ചർ, സ്ട്രെസ്, സ്ട്രെയിൻ എനർജി, അതിന്റെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ്. വീഡിയോ റെക്കോർഡഡ് വീഡിയോസും ഉണ്ട്. മൊഡ്യൂൾ 3-ലാണ് ബീംസ് ആൻഡ് ബെൻഡിങ്, ടോർഷൻ ഓഫ് സർക്കുലർ ഷാഫ്റ്റ്, തിൻ സിലിണ്ടേഴ്സ്. അതിൽ ടോർഷൻ ഓഫ് സർക്കുലർ ഷാഫ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു. തിൻ സിലിണ്ടേഴ്സ് എന്ന് പറഞ്ഞ ചെറിയൊരു പോർഷൻ കൂടെ നമുക്കിനി എടുക്കാനുണ്ട്. ബീംസ് ആൻഡ് ബെൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് പിന്നെ സ്റ്റാർട്ടിങ്ങിലെ ഈ ഫോഴ്സ് ആൻഡ് മൊമെന്റ്, സപ്പോർട്ട്, റിയാക്ഷൻസ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് മൊഡ്യൂൾ 4-ൽ സിമ്പിൾ ബെൻഡിങ് തിയറി എന്ന് പറഞ്ഞ് നമുക്കൊരു ഡെറിവേഷനും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വാട്ട് യു മെന്റ് ബൈ എ ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ആക്ഷൻ ഓഫ് വൺ ബോഡി ഓൺ എനി അതർ ബോഡി ഈസ് നോൺ ആസ് ഫോഴ്സ്. അതായത് ഒരു ബോഡി വേറൊരു ബോഡിയിൽ ഉണ്ടാക്കുന്ന ആക്ഷൻ, അതിനെയാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ പല രീതിയിലുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ക്ലാസ് റൂം ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലുള്ള എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഡെസ്കും ബെഞ്ചും ആയിരിക്കും അല്ലെ. അവിടുത്തെ ഒരു ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഡെസ്കും ബെഞ്ചും ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഡെസ്കും ബെഞ്ചും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിടുന്നുണ്ട്. അത് വലിച്ചിടുന്നത് എന്തുപയോഗിച്ചാണ്? ഒരു ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ആ ബെഞ്ചിലും ഡെസ്കിലും എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്? ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ആക്ഷനെയാണ് നമ്മൾ ഫോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ്. രണ്ട് ബോഡീസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ, അതിന്റെ മെഷർമെന്റിനെയാണ് ഫോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് 2 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഡിഫൈൻ എ ഫോഴ്സ്. അപ്പൊ നിങ്ങൾക്ക് എഴുതാം, ഫോഴ്സ് ഇസ് ദ ആക്ഷൻ ഓഫ് വൺ ബോഡി ഓൺ എനി അതർ ബോഡി. ഒരു ബോഡി വേറെ ഏതെങ്കിലും ഒരു ബോഡിയിൽ ഉണ്ടാക്കുന്ന ആക്ഷനെയാണ് നമ്മൾ ഫോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒപ്പം അതിന്റെ യൂണിറ്റ് എഴുതുക. SI സിസ്റ്റത്തിലാണെങ്കിൽ അതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, കിലോഗ്രാം. ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അതായത് 1 കിലോഗ്രാം മാസില് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ ഉണ്ടാക്കാൻ എത്ര ഫോഴ്സ് വേണം, അതിനെയാണ് നമ്മൾ ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഒന്നുകൂടെ പറയാം, 1 കിലോഗ്രാം മാസുള്ള ഒരു ബോഡിക്കകത്ത് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി എത്ര ഫോഴ്സ് ആവശ്യമുണ്ടോ ആ ഫോഴ്സിനെയാണ് നമ്മൾ ന്യൂട്ടൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ SI സിസ്റ്റത്തില് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ഇനി CGS സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ഡൈൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഗ്രാം സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഡൈൻ എന്ന് പറയുന്നത് ഗ്രാം സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 10⁵ ഡൈൻ ആണ്. അതുകൂടെ ആ ഒരു കൺവേർഷൻ കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁵ ന്യൂട്ടൺ ഡൈൻ ആണ്. അപ്പൊ ഇതാണ് ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു
ഭാഗമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ എലമെന്റ്സ് ഓഫ് എ ഫോഴ്സ്. അതായത് ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ, ഒരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഒപ്പം പറയുക എന്നാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് ഫിഗറിനകത്ത് ഒരു ബോഡി കാണുന്നുണ്ടായിരിക്കും, ഒരു ആർബിട്രറി ഷേപ്പുള്ള ഒരു ബോഡി, ഒരു പ്രത്യേക ഷേപ്പ് ഒന്നുമില്ല. ആ ബോഡിക്കകത്ത് എ എന്ന പോയിന്റില് ഒരു ലൈൻ വരച്ചിട്ടുണ്ടല്ലേ, എ ബി എന്നുള്ളൊരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പൊ ആ എ ബി എന്നുള്ള ലൈനിലൂടെയാണ് നമ്മുടെ 100 ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഫോഴ്സിനെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽസ് പറയും എന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര ഫോഴ്സ് ഉണ്ട് എന്ന് നമ്മൾ ചോദിക്കും അല്ലെ, എത്ര ഉണ്ട്, ദാറ്റ് മീൻസ് മാഗ്നിറ്റ്യൂഡ്. ഈ ഫിഗറിൽ വെച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ്? 100 ന്യൂട്ടൺ. ഇവിടെ എത്ര ആക്ട് ചെയ്യുന്നുണ്ട്? 100 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ, ഡിറക്ഷൻ. ഏത് ഡിറക്ഷനിലാണത് ആക്ട് ചെയ്യുന്നത്? ഇപ്പൊ ഈ ഫിഗറിൽ വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാലോ അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. ബി എന്ന പോയിന്റിൽ നിന്ന് എ എന്ന പോയിന്റിലേക്കാണ് അത് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ബി എ ആണ്. അല്ല, അതിന്റെ എയർ മാർക്ക് ശ്രദ്ധിക്കൂ, ബി എ എന്നുള്ള ലൈനിലാണ് അത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഡയറക്ഷനായി. അത് മാത്രം മതിയോ? പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ. പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ മീൻസ് അത് ഏത് പോയിന്റിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഫിഗറിലാണെന്നുണ്ടെങ്കിൽ എ എന്ന പോയിന്റിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്? എ എന്ന പോയിന്റിലാണ്. അപ്പൊ ഒരു ഫോഴ്സിനെ നമ്മൾ പറയുമെങ്കിൽ അതിന്റെ കൂടെ ഒരു ഫോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് പറയണം, ഡയറക്ഷൻ പറയണം, ആൻഡ് പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ പറയണം. അപ്പൊ ഈ 3 പോയിന്റ്സിനെയാണ്, മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ആൻഡ് പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ, ഇത് മൂന്നിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫോഴ്സ് അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് എ ഫോഴ്സ്. ഇതിന് തന്നെ പറയുന്ന വേറൊരു പേരാണ് സ്പെസിഫിക്കേഷൻ ഓഫ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ പറയണം, യൂണിറ്റ് പറയണം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോഴ്സ് പറയണം, ഈ 3 എലമെന്റ്സ് പറയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. എ ഫോഴ്സ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് അലോങ് ഇറ്റ്സ് ലൈൻ ഓഫ് ആക്ഷൻ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് എഫക്ട് ഓൺ ദി ബോഡി. അതായത് ഈ ഫിഗർ ശ്രദ്ധിക്കാം. ആദ്യത്തെ ഒരു ആർബിട്രറി ഷേപ്പുള്ള ഒരു ഫിഗറിൽ F1 എന്നുള്ള ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ F1 എന്നുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എ എന്ന പോയിന്റിലാണ് അല്ലെ. അതിന്റെ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ എവിടെയാണ്? എ എന്ന പോയിന്റിലാണ്. അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ലൈൻ ഓഫ് ആക്ഷൻ ആണ് AB എന്ന് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു സംഭവം നമ്മളിവിടെ രണ്ടാമതൊരു ആർബിട്രറി ഷേപ്പ് വരച്ചിട്ടുണ്ട്. F1 ആക്ട് ചെയ്യുന്നത് ബിയിൽ നിന്ന് പുറത്തോട്ടാണ് അല്ലെ. ഇവിടെ എയിൽ നിന്ന് ബിയിലേക്ക് ആക്ട് ചെയ്യുന്ന രീതിയിലാണ് ഫസ്റ്റ് ഫിഗറിൽ ഫോഴ്സ് ആക്ട് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഫിഗറിൽ ബിയിൽ നിന്ന് എയിൽ നിന്ന് ബിയിലേക്ക് കടന്ന് ബിയിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണ്, ട്രാൻസ്മിറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് ഒരു ഫോഴ്സിന് അതിന്റെ ലൈൻ ഓഫ് ആക്ഷനിലൂടെ ആ ബോഡിക്കകത്ത് ഒരു മാറ്റവും വരുത്താതെ, ഒരു ചേഞ്ചും ഉണ്ടാക്കാതെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ ലൈൻ ഓഫ് ആക്ഷനിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് എഫക്ട് ഓൺ ദി ബോഡി. ആ ഫോഴ്സ് അവിടെ കടന്നു പോകുന്നുണ്ട് എന്ന് കരുതിയിട്ട് ആ ബോഡിക്കകത്ത് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത്. എ ഫോഴ്സ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് അലോങ് ഇറ്റ്സ് ലൈൻ ഓഫ് ആക്ഷൻ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് എഫക്ട് ഓൺ ദി ബോഡി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, സിസ്റ്റം ഓഫ് ഫോഴ്സസ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. When 2 or more forces acting in a body, it constitutes system of forces. രണ്ടോ അതിലധികമോ ഫോഴ്സസ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കവിടെ സിസ്റ്റം ഓഫ് ഫോഴ്സസ് ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി അതിനെ ഒരുപാട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് കോപ്ലാനർ ആൻഡ് നോൺ കോപ്ലാനർ. കോപ്ലാനർ മീൻസ് group of forces lying in a same plane. Coplanar means group of forces lying in a same plane. That means രണ്ടോ അതിലധികമോ ഫോഴ്സസ് ഒരൊറ്റ പ്ലെയിനിൽ തന്നെ. നമ്മൾ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 പ്ലെയിനാണ് സാധാരണ പറയാറുള്ളത് അല്ലെ. ഒരു എക്സ് പ്ലെയിൻ ഉണ്ട് ഹൊറിസോണ്ടൽ ആയിട്ട്, ഒരു വൈ പ്ലെയിൻ ഉണ്ടായിരിക്കും വെർട്ടിക്കൽ ഡയറക്ഷനിൽ, പിന്നെ ഇതിന് രണ്ടിനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സെഡ് പ്ലെയിൻ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു പ്ലെയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ ഫോഴ്സസും
ഒരൊറ്റ പ്ലെയിനിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ കോപ്ലാനാർ ഫോഴ്സസ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മുടെ കൺസിഡർ ചെയ്യുന്ന നമ്മുടെ സിസ്റ്റം ഓഫ് ഫോഴ്സസ് ഡിഫറെന്റ് പ്ലെയിൻ, കുറച്ച് ഫോഴ്സസ് എവിടെ കിടക്കുന്നു, എക്സ് പ്ലെയിനിൽ കിടക്കുന്നു, കുറച്ച് വൈ പ്ലെയിനിലാണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് കുറച്ച് ഫോഴ്സസ് ഉള്ളത്, കുറച്ച് ഫോഴ്സസ് ഉള്ളത് വെർട്ടിക്കൽ പ്ലെയിനിലാണെന്ന് വിചാരിക്കുക. അപ്പൊ ഡിഫറെന്റ് പ്ലെയിൻസിലാണ് ഫോഴ്സസ് കിടക്കുന്നത് അല്ലെ. അപ്പൊ അതിന് നമുക്ക് നോൺ കോപ്ലാനാർ ഫോഴ്സസ് എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് കോപ്ലാനാർ ആൻഡ് നോൺ കോപ്ലാനാർ. ഇനി കോപ്ലാനാർ ഫോഴ്സസിനെ തന്നെ നമ്മൾ രണ്ടാമത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ കൊളീനിയർ ഫോഴ്സസ്, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ ഫോഴ്സസും ഒരൊറ്റ സ്ട്രേറ്റ് ലൈനിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് കൊളീനിയർ. അത് കോപ്ലാനാർ കൊളീനിയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? കോപ്ലാനാർ കൊളീനിയർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫോഴ്സസ് എല്ലാം സെയിം പ്ലെയിനിലും ആയിരിക്കണം, അതുപോലെ തന്നെ സ്ട്രേറ്റ് ലൈനിലും ആയിരിക്കണം. ഓക്കെ, ഇനി കൺകറന്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ലൈൻ ഓഫ് ആക്ഷൻ മീറ്റ് അറ്റ് എ പോയിന്റ്. ഈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ ഫോഴ്സസിന്റെയും ലൈൻ ഓഫ് ആക്ഷൻ ഒരൊറ്റ പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരുപാട് ഫോഴ്സസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇതാണ്, അപ്പൊ എല്ലാ ഫോഴ്സസും ഇതുപോലെ വന്ന് ആക്ട് ചെയ്യുന്നുണ്ട് വിചാരിക്കും. അപ്പൊ ഇതെല്ലാം വന്ന് ഒരൊറ്റ പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാറ്റിന്റെയും ലൈൻ ഓഫ് ആക്ഷൻ എവിടെയാണ്? ഈ ഒരു പോയിന്റിലാണ് അല്ലെ, ഈ ഒരു പോയിന്റിനകത്ത് വരും. ഇനി കൊളീനിയർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫോഴ്സസ് എല്ലാം ഒരൊറ്റ സ്ട്രേറ്റ് ലൈൻ ആണെന്ന് വിചാരിക്കുക. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഫോഴ്സസ് എന്നുണ്ടെങ്കിൽ അതിന് കൊളീനിയർ ഫോഴ്സസ് എന്ന് പറയും. ഓക്കെ, ഇനി പാരലൽ ഫോഴ്സസ് ഉണ്ട്. പാരലൽ ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് പാരലൽ ഉണ്ട്, അൺലൈക്ക് പാരലൽ ഉണ്ട്. ലൈക്ക് പാരലൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് പാരലൽ എന്നാണെന്നുണ്ടെങ്കിൽ പാരലൽ ആണ്, അതുപോലെ തന്നെ പാരലൽ ആണ് ലൈക്ക് പാരലൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരലൽ ആണ്, ഒപ്പം തന്നെ സെയിം ഡയറക്ഷൻ ആണ്. ഈ രീതിയിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇനി അൺലൈക്ക് പാരലൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരലൽ ആണ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെയായിരിക്കണം. ഓക്കെ, പാരലൽ ഫോഴ്സസിന് അപ്പൊ നമുക്ക് ലൈക്ക് പാരലൽ ആൻഡ് അൺലൈക്ക് പാരലൽ എന്ന് പറയാം. ഇനി നോൺ കോപ്ലാനാർ ഫോഴ്സസിലാണ് കൺകറന്റ്, പാരലൽ, നോൺ കൺകറന്റ് ആൻഡ് നോൺ പാരലൽ. അപ്പൊ ഇത്രയും ഫോഴ്സസിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ കൊളീനിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കൂ, എല്ലാ ഫോഴ്സസും ഒരൊറ്റ ലൈൻ ഓഫ് ലൈനിലാണ് ആക്ട് ചെയ്യുന്നത്, സ്ട്രേറ്റ് ലൈനിലാണ് അല്ലെ. F1, F2, F3 എന്ന് പറയുന്ന ഫോഴ്സസ് എല്ലാം ഒരൊറ്റ ലൈനിലാണ് ആക്ട് ചെയ്യുന്നത്. കൺകറന്റ് എന്ന് പറയുകയാണെങ്കിൽ എല്ലാറ്റിന്റെയും ലൈൻ ഓഫ് ആക്ഷൻ മീറ്റ് ചെയ്യുന്നത് ഒരൊറ്റ പോയിന്റിലാണ്. ഇതാണ് ലൈക്ക് പാരലൽ ആൻഡ് ദിസ് വൺ ഈസ് അൺലൈക്ക് പാരലൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതിന്റെ ലൈക്ക് പാരലൽ ആണെന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ ഡയറക്ഷനിലാണ്, പാരലൽ ആണ്. അൺലൈക്ക് പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ ആണ് ബട്ട് അതിന്റെ ഡയറക്ഷൻ നോക്കൂ, ഡിഫറെന്റ് ആണ്. ഓക്കെ, resolution of forces, splitting up the given force into number of components along any two mutually perpendicular direction without changing its effect on the body. ഈ പ്രോസസ്സിനെയാണ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ഫോഴ്സിനെ, നമുക്ക് തന്നിട്ടുള്ള ഫോഴ്സിനെ കമ്പോണൻസ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം.
മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ കമ്പോണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് എഫക്ട് ഓൺ ദി ബോഡി. അതിന്റെ ആ ഒരു കമ്പോണന്റ് ആക്കി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് കാരണം നമ്മളുടെ ബോഡിക്കകത്ത് ചേഞ്ചസ് ഒന്നും വരാനായിട്ട് പാടില്ല. അപ്പൊ ആ ഒരു പ്രോസസ്സിനെ, അതായത് കമ്പോണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. കമ്പോണന്റ് ആക്കി സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റെസല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ നമുക്കൊരു ഫോഴ്സ് ഉണ്ട്. ഇതൊരു ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഫോഴ്സ് ആണ് അല്ലെ. ഇങ്ങനത്തെ ഫോഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സ് ആണെങ്കിൽ അതിന് ഹൊറിസോണ്ടൽ കമ്പോണന്റും ഉണ്ടായിരിക്കില്ല. അത് ഓർത്ത് വയ്ക്കുക. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ നമുക്കൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സിനകത്ത് എഫ് എന്നുള്ള ഫോഴ്സ് എക്സ് ഡയറക്ഷനിൽ എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഓക്കെ, ഇവിടെ നോക്കാം, ഇതാണ് നമ്മുടെ ആക്സിസ്. ഈ ആക്സിസിൽ എഫ് എന്നുള്ള ഫോഴ്സ് ഇത് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ. ഇതാണ് എഫ് എന്നുള്ള ഫോഴ്സ്. അപ്പൊ ഈ ആംഗിൾ ആണ് നമുക്ക് എന്ത്? ഈ ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഫോഴ്സിനെ നമുക്ക് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ റെഡ് കളറിൽ വരയ്ക്കുന്നതാണ് എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സ്, ഇവിടെ വരച്ചു തരലാണ് വൈ ഡയറക്ഷനിലുള്ള ഫോഴ്സ്. അപ്പൊ നമുക്ക് ഇതിന് പേര് കൊടുക്കാം. എക്സ് ഡയറക്ഷനിലുള്ളതായതുകൊണ്ട് വി ക്യാൻ റൈറ്റ് എഫ് എക്സ്. ഇത് വൈ ഡയറക്ഷനിലുള്ളതായതുകൊണ്ട് ഇതിനെ എഫ് വൈ എന്ന് എഴുതാം. ഓക്കെ, ഇതെങ്ങനെ സോൾവ് ചെയ്യാം? സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നു. ട്രയാങ്കിൾ ഫോം ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, പിങ്ക് കളറിൽ ഞാൻ വരച്ചൊരു ട്രയാങ്കിൾ. ഓക്കെ, അതായത് ഇങ്ങനെ വരും നമ്മുടെ ട്രയാങ്കിൾ. ഇതാണ് നമ്മുടെ എഫ് എക്സ് അല്ലെ. ഇത് നമ്മുടെ എഫ് എക്സ് ആണ്, ഇത് നമ്മുടെ എഫ് ആണ്. അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് തീറ്റയാണ്. അപ്പൊ ഇതിൽ എഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് എക്സും എഫും കൂടെ കണക്ട് ചെയ്യുന്നത് എന്താണ്? നമുക്ക് കോസ് തീറ്റ എഴുതാം അല്ലെ. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് വരും? അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനൂസ്, അതായത് എഫ് എക്സ് ബൈ എഫ് എന്ന് വരും. അപ്പൊ എഫ് എക്സ് എന്ന് പറയുന്നത് എന്തായി? എഫ് എക്സ് ഈസ് എഫ് കോസ് തീറ്റ. എഫ് എക്സ് ഈസ് എഫ് കോസ് തീറ്റ. ഓക്കെ, അപ്പൊ എഫ് എക്സ് നമുക്ക് എഫ് കോസ് തീറ്റ എന്ന് കിട്ടി. ഇനി നോക്കൂ, എഫ് വൈ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ട്രയാങ്കിൾ വരുന്നത് അല്ലെ. ഇത് തീറ്റയാണ് എന്നുണ്ടെങ്കിൽ, ഈ വാല്യൂ, ഇവിടുത്തെ വാല്യൂ തീറ്റയാണ് എന്നുണ്ടെങ്കിൽ ഇതും തീറ്റയായിരിക്കും അല്ലെ. ഈ വാല്യൂവും തീറ്റയായിരിക്കും. ഇതാണ് നമ്മുടെ എഫ്. നമുക്ക് വേണ്ടത് ഏതാണ്? എഫ് വൈ ആണ് വേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് ഏതെടുക്കാം? സൈൻ തീറ്റ എടുക്കാം. സൈൻ തീറ്റ എടുത്ത് നോക്കൂ. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് വരും? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എഫ് വൈ ഡിവൈഡഡ് ബൈ എഫ് ആണ് അല്ലെ. ദാറ്റ് മീൻസ് എഫ് വൈ ഇസ് ഈക്വൽ ടു എഫ് സൈൻ തീറ്റ. ഓക്കെ, ഇനി അതിന്റെ ഡയറക്ഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിന്റെ ഡയറക്ഷൻ കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങോട്ട് നോക്കാം. നമ്മുടെ ഈ എഫ് എന്നുള്ള ഫോഴ്സിനെ എക്സ് ആക്സിസിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഈ എഫ് എന്നുള്ള ഫോഴ്സിനെ എക്സ് ആക്സിസിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ എഫ് എന്നുള്ള ഫോഴ്സ് എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്? റൈറ്റിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. സോ പോസിറ്റീവ്. അപ്പൊ എഫ് എക്സ് ഇവിടെ പോസിറ്റീവ്. ഇനി എഫ് എന്നുള്ള ഫോഴ്സിനെ വൈ ആക്സിസിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ ആ ഫോഴ്സ് എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്? അപ്വേർഡ് ഡയറക്ഷനിലാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. സോ എഫ് വൈ ഈസ് പോസിറ്റീവ്. ഓക്കെ, ഇനി അപ്പൊ എഫ് വൈ പോസിറ്റീവായി. ഇനി ഈ ഒരു സംഭവം എടുത്ത് നോക്കൂ. ഇവിടെ നമ്മുടെ ഫോഴ്സ് എഫ് വണ്ണിലുള്ള ഫോഴ്സ് തീറ്റ ആംഗിളിലാണ് നിൽക്കുന്നത്. പറഞ്ഞ കേസ് തന്നെയാണ്. അപ്പൊ എഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ എഫ് വൺ കോസ് തീറ്റ ആയിരിക്കും. എഫ് വൈ എന്ന് പറയുന്നത് എഫ് വൺ സൈൻ തീറ്റ ആയിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പൊ അതിന്റെ ഡയറക്ഷൻ നോക്കൂ. എഫ് വൺ എന്നുള്ള ഫോഴ്സിനെ എക്സ് ആക്സിസിലേക്ക് റൊട്ടേറ്റ് ചെയ്താൽ അത് എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്? റൈറ്റിലേക്കാണ്. സോ എഫ് എക്സ് ഈസ് പോസിറ്റീവ്. അതുപോലെ എഫ് വൺ എന്നുള്ള ഫോഴ്സിനെ വൈ ആക്സിസിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് നോക്കൂ. അത് എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്? അത് അപ്വേർഡ് ഡയറക്ഷനിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. സോ അഗെയിൻ പോസിറ്റീവ്. ക്ലിയർ? ഇനി ഇതിവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ എഫ് എക്സ് എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റ, എഫ് വൈ എന്ന് പറയുന്നത് എഫ് സൈൻ തീറ്റ.
അത് ട്രയാങ്കിൾ വെച്ച് നിങ്ങൾക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ അത് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി അതിന്റെ സൈൻ എങ്ങോട്ടാണ്? എഫ് എന്നുള്ള ഫോഴ്സിനെ എക്സ് ആക്സിസിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് അത് എങ്ങോട്ട് ഡയറക്ട് ചെയ്യുക? ലെഫ്റ്റ് സൈഡിലേക്കാണ് ഡയറക്ട് ചെയ്യുക. സോ എഫ് എക്സ് ഹിയർ മൈനസ് എഫ് കോസ് തീറ്റ. ഇനി നമ്മുടെ ഫോഴ്സിനെ വൈ ആക്സിസിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് നോക്കൂ. അത് എങ്ങോട്ടാണ് ഡയറക്ട് ചെയ്യുന്നത്? അപ്വേർഡ് ഡയറക്ഷനിലാണ്. സോ ദാറ്റ് ഈസ് പോസിറ്റീവ്. ഏത്? എഫ് വൈ ഈസ് പോസിറ്റീവ്. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെയാണ് എടുത്ത് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഫോഴ്സ് എഫ് എക്സ് എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റ, എഫ് വൈ എന്ന് പറയുന്നത് എഫ് സൈൻ തീറ്റ. ഇനി അതിന്റെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ എഫ് എന്നുള്ള ഫോഴ്സിനെ എക്സ് ആക്സിസിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റൈറ്റിലേക്കാണ് ഡയറക്ട് ചെയ്യുക അല്ലെ. എഫ് എന്നുള്ള ഫോഴ്സിനെ നമ്മൾ എക്സ് ആക്സിസിലേക്ക് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫോഴ്സ് റൈറ്റിലേക്കായിരിക്കും ഡയറക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എഫ് കോസ് തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ. ഇനി വെർട്ടിക്കൽ ഡയറക്ഷൻ വൈ ആക്സിസിലേക്ക് അതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുകളിലേക്കാണ് ഡയറക്ട് ചെയ്യുന്നത് അല്ലെ. സോ അതും പോസിറ്റീവ്. ഓക്കെ. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോഴ്സിനെ എഫ് എക്സ് എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റ, എഫ് വൈ എന്ന് പറയുന്നത് എഫ് സൈൻ തീറ്റ. ഈ ഫോഴ്സിനെ എക്സ് ആക്സിസിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡയറക്ട് ചെയ്യുന്നത് റൈറ്റിലേക്കാണ്. സോ പ്ലസ് എഫ് കോസ് തീറ്റ. ഇനി അതിനെ വൈ ആക്സിസിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടാണ് ഡയറക്ട് ചെയ്തത്. സോ മൈനസ് എഫ് സൈൻ തീറ്റ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ റെസൊല്യൂഷൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രിൻസിപ്പിൾ ഓഫ് റെസൊല്യൂഷൻ. അതായത് പ്രിൻസിപ്പിൾ ഓഫ് റെസൊല്യൂഷൻ എന്താണ്? ദ ആൾജിബ്രായിക് സം ഓഫ് ദി റിസോൾവ്ഡ് പാർട്സ് ഓഫ് എ നമ്പർ ഓഫ് ഫോഴ്സസ് ഇൻ എ ഗിവൺ ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു ദി റിസോൾവ്ഡ് പാർട്സ് ഓഫ് ദി റിസൾട്ടന്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ. നമുക്ക് സിസ്റ്റം ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നമുക്ക് അതിനെല്ലാം റിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനിൽ ഒരുപാട് ഫോഴ്സസ് ഉണ്ടായിരിക്കും, വൈ ഡയറക്ഷനിൽ ഒരുപാട് ഫോഴ്സസ് ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഒരുപാട് ഫോഴ്സസ് ഉണ്ട്, വെർട്ടിക്കൽ ഡയറക്ഷനിലും ഒരുപാട് ഫോഴ്സസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ എല്ലാ ഫോഴ്സിന്റെയും ആൾജിബ്രായിക് സമ്മിനെ സിഗ്മ എച്ച് എന്ന് ഡിനോട്ട് ചെയ്യാം. അതുപോലെ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള എല്ലാ ഫോഴ്സസിന്റെ കമ്പോണൻസിനെ നമുക്ക് സിഗ്മ ബി എന്ന് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് സിഗ്മ എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ ബി സ്ക്വയർ ആയിരിക്കും. അതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ്, അതായത് ഒരുപാട് ഫോഴ്സസ് ഉണ്ട്, അതിനെ ഒരൊറ്റ സിംഗിൾ ഫോഴ്സ് ആക്കി മാറ്റുക. ആ സിംഗിൾ ഫോഴ്സിനെയാണ് നമ്മൾ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പ് എന്തായിരുന്നു? ഒരു സിംഗിൾ ഫോഴ്സിനെ അതിന്റെ കമ്പോണന്റ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതിനെ നമുക്ക് റെസൊല്യൂഷൻ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ റെസൊല്യൂഷൻ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ഡയറക്ഷനിൽ ഒരുപാട് ഫോഴ്സസ് കമ്പോണന്റ് കിട്ടും, വൈ ഡയറക്ഷനിലും ഒരുപാട് കമ്പോണൻസ് കിട്ടും. അപ്പൊ അതിനെ നമുക്ക് ഒരു റിസൾട്ടന്റ് ഫോഴ്സ് ആക്കി മാറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ റൂട്ട് ഓഫ് സിഗ്മ എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ ബി സ്ക്വയർ ചെയ്താൽ മതി. നമ്മുടെ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണോ ഉള്ളത്? അല്ല, അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് അതിനൊരു ആംഗിൾ നമ്മൾ പറയണം. ആ ആംഗിൾ ആണ് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ ബി ബൈ സിഗ്മ എച്ച്. ഓക്കെ, വിത്ത് റെഫറൻസ് ടു പോസിറ്റീവ് എക്സ് ആക്സിസ്. തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് സിഗ്മ ബി ഡിവൈഡഡ് ബൈ സിഗ്മ എച്ച്. ഓക്കെ, അതാണ് പ്രിൻസിപ്പിൾ ഓഫ് റെസൊല്യൂഷൻ. ഇനി കോമ്പോസിഷൻ ഓഫ് ഫോഴ്സ്, പ്രോസസ് ഓഫ് റീപ്ലേസിംഗ് സെവറൽ ഫോഴ്സ് ബൈ എ സിംഗിൾ ഫോഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ ഫോഴ്സിനെ അതിന്റെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ഡയറക്ഷനിൽ സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞത്. കോമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സെവറൽ ഫോഴ്സസ് ഉണ്ടെങ്കിൽ അതിനൊരു സിംഗിൾ ഫോഴ്സ്, ആ സിംഗിൾ ഫോഴ്സിനെ പറയുന്ന പേരാണ് റിസൾട്ടന്റ്. ആ സിംഗിൾ ഫോഴ്സിനെ പറയുന്ന പേരാണ് റിസൾട്ടന്റ്. ആ റിസൾട്ടന്റ് ആക്കി സിംഗിൾ ഫോഴ്സ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് കോമ്പോസിഷൻ. ഓക്കെ, അപ്പൊ കോമ്പോസിഷൻ ഓഫ് കൊളീനിയർ ഫോഴ്സ്. കൊളീനിയർ ഫോഴ്സ് മീൻസ് ഒരൊറ്റ ലൈനിലാണെന്നുണ്ടെങ്കിൽ കൊളീനിയർ ഫോഴ്സ്. കോമ്പോസിഷൻ ഓഫ് കൺകറന്റ് ഫോഴ്സ്, അതായത് രണ്ട് ലൈൻ ഓഫ് ആക്ഷൻ ഒരൊറ്റ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൺകറന്റ് ഫോഴ്സ്. അപ്പൊ അതിന്റെ ഈ രണ്ട് ടൈപ്പ് ഫോഴ്സിന്റെ കോമ്പോസിഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒരു കൊളീനിയർ ഫോഴ്സസ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ ആണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കൂ, ഈ F1 എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ലെഫ്റ്റിലേക്കാണ്. സോ അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് മൈനസ് F1. F2 എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? റൈറ്റിലേക്കാണ്. സോ പ്ലസ് F2. അഗൈൻ F3 എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? ലെഫ്റ്റിലേക്കാണ്. സോ മൈനസ് F3. അപ്പൊ മൈനസ് F1 പ്ലസ് F2 മൈനസ് F3 ചെയ്ത് കഴിഞ്ഞാൽ ഈ കൊളീനിയർ ഫോഴ്സിന്റെ റിസൾട്ടന്റ് കിട്ടും. ഈ കൊളീനിയർ ഫോഴ്സിന്റെ റിസൾട്ടന്റ്. ഇനി ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് പ്ലസ് ആണോ മൈനസ് ആണോ കിട്ടുന്നത് നോക്കുക. പ്ലസ് ആണ് എന്നുണ്ടെങ്കിൽ അത് റൈറ്റിലേക്ക് തന്നെയാണ് ആക്ട് ചെയ്യുക, മൈനസ് ആണെന്നുണ്ടെങ്കിൽ അത് ലെഫ്റ്റിലേക്കാണ് ആക്ട് ചെയ്യുക.
ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. F1 ഉള്ള ഒരു ഫോഴ്സ് 20 ന്യൂട്ടൺ റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്നു. സോ 20 ഈസ് പോസിറ്റീവ്. 30 ന്യൂട്ടൺ, അതിന്റെ ആരോ മാർക്കാണ് പറയുന്നത് കേട്ടോ. 30 ന്യൂട്ടൺ എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ലെഫ്റ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ അതിന്റെ സൈൻ എന്ന് പറയുന്നത് -30. ഇനി 15 ന്യൂട്ടൺ എങ്ങോട്ട് ആക്ട് ചെയ്യുന്നു? അഗെയിൻ ലെഫ്റ്റിലേക്കാണ്. സോ അതും മൈനസ് തന്നെ. അപ്പൊ അതിന്റെ റിസൾട്ടന്റ് എത്ര വരും? 20 - 30 - 15, അതായത് -25 ന്യൂട്ടൺ എന്ന് വരും. ഓക്കെ, അപ്പൊ ഈ -25 മൈനസ് സൈൻ നമ്മൾ എങ്ങോട്ട് എടുത്തിട്ടുള്ളത്? ലെഫ്റ്റിലേക്കാണ് അല്ലെ. സോ റിസൾട്ടന്റ് ആക്ടിങ് ടുവേർഡ്സ് ലെഫ്റ്റ്. ഇങ്ങനെയാണ് കൊളീനിയർ ഫോഴ്സിന്റെ കോമ്പോസിഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, കൺകറന്റ് ഫോഴ്സസിന്റെ കോമ്പോസിഷൻ. അവിടെ നമ്മൾ ഒരു ലോ പറയും, പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ആണ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇഫ് ടു ഫോഴ്സസ് ആക്ടിങ് സൈമിൾട്ടേനിയസ്ലി on a particle be represented in magnitude and direction by the two adjacent sides of the parallelogram, okay. If two forces acting simultaneously on a particle be represented in magnitude and direction by the two adjacent sides of a parallelogram, then their resultant may be represented by the diagonal of the parallelogram which passes through their intersection. അതായത് രണ്ട് ഫോഴ്സസ് ഉണ്ട്, അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ രണ്ട് ഫോഴ്സസിനെ നമുക്ക് പാരലലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അതിന്റെ അഡ്ജസന്റ് സൈഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് ആ ലൈൻ ഓഫ് ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഡയഗണൽ ആണ് അതിന്റെ റിസൾട്ടന്റ് എന്നാണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ നോക്കുക, നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് ഫോഴ്സസ് പിയും ക്യൂ ആണ്. അതേ എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിയിനും ക്യൂവിനും നമുക്ക് ഈ പാരലലോഗ്രാമിന്റെ അടുത്തടുത്തുള്ള രണ്ട് വശങ്ങളായിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് അതിന്റെ ഡയഗണൽ എന്ന് പറയുന്നതിന് റിസൾട്ടന്റ് ആക്കിയിട്ട് എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിസൾട്ടന്റ് എന്ന് പറയുന്നത് √(p² + q² + 2pq cos α). p² + q² + 2pq cos α. ഈ ആൽഫ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ രണ്ട് ഫോഴ്സസ് തമ്മിലുള്ള ആംഗിൾ ആണ്. പിയും ക്യൂവും തമ്മിലുള്ള ആംഗിൾ ആണ്. പിയും ക്യൂവും തമ്മിലുള്ള ആംഗിൾ ആണ് ആൽഫ. അപ്പൊ ഈ ഫോഴ്സിനൊരു ഡയറക്ഷൻ വേണ്ടേ? അതാണ് എന്ത്? തീറ്റ. തീറ്റ ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് q sin α by p + q cos α. നിങ്ങൾ ചിലപ്പോൾ ആൽഫയും തീറ്റയും തിരിച്ചായിരിക്കും മുമ്പ് പഠിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷെ അതെന്താണ്, എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് സെയിം ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പിയും ക്യൂവും തമ്മിലുള്ള ആംഗിൾ ആയിരിക്കും തീറ്റയായിട്ട് പഠിച്ചിട്ടുണ്ടാവുക. നമ്മളിവിടെ തീറ്റയായിട്ട് എടുത്തിട്ടുള്ളത് റിസൾട്ടന്റും നമ്മുടെ താഴെയുള്ള ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ ആണ്. വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ റിസൾട്ടന്റ് എന്ന് പറയുന്നത് √(p² + q² + 2pq cos α-യും ഡയറക്ഷൻ തീറ്റ എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് q sin α ഡിവൈഡ് ബൈ p + q cos α. ഈ ഫിഗറും ഇക്വേഷനും പഠിച്ചു വെക്കുക. സ്റ്റേറ്റ്മെന്റ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് ഫിഗറും ഇക്വേഷനും എങ്കിലും പഠിച്ചു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് നമ്മൾ എത്തുകയാണ്. മൊമെന്റ് ഓഫ് എ ഫോഴ്സ്. മൊമെന്റ് ഓഫ് എ ഫോഴ്സ്. മൊമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റൊട്ടേറ്റിംഗ് എഫക്ട് ഓഫ് എ ഫോഴ്സ്. ഒരു ഫോഴ്സിന്റെ റൊട്ടേറ്റിംഗ് എഫക്റ്റിനെയാണ് നമ്മൾ മൊമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൊമെന്റ് ഓഫ് എ ഫോഴ്സ് about any point is defined as product of that force and the perpendicular distance between the point and force. ഒരു എക്സാമ്പിൾ പറയാണ്, നമ്മുടെ ഡോറ് ചുമരിൽ ഒരു ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. എന്നിട്ട് ആ ഡോറിന്റെ അറ്റം നമ്മൾ പിടിച്ച് ഒരു അറ്റത്ത് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ആ ഡോറ് റൊട്ടേറ്റ് ചെയ്യില്ലേ? തുറക്കുകയും അടക്കുകയും ചെയ്യൂ അല്ലെ, റൊട്ടേഷൻ സംഭവിക്കും. ആ ഒരു എഫക്റ്റിനെയാണ് മൊമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ OA എന്നുള്ളൊരു ബീം ഉണ്ട്. എ എന്നുള്ള പോയിന്റിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡിസ്റ്റൻസ് O എന്ന പോയിന്റിൽ നിന്ന് A എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് x.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മൊമെന്റ് എന്ന് പറയുന്നത് മൊമെന്റ് അബൌട്ട് ഒ എന്ന് പറയണം. ഒ എന്ന പോയിന്റിനെ വെച്ച് വേണം പറയാനായിട്ട്. മൊമെന്റ് അബൌട്ട് എ പോയിന്റ്. അപ്പൊ ഇവിടുത്തെ പോയിന്റ് നമ്മൾ ഒ ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ഫോഴ്സ് ഇൻറ്റു നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റും ഫോഴ്സും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ എത്രയാണ്? എക്സ് ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റും ഫോഴ്സും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈ ചിത്രത്തിൽ എക്സ് ആണ്. സോ ഇവിടുത്തെ മൊമെന്റ് അബൌട്ട് പോയിന്റ് ഒ ഈസ് ഫോഴ്സ് ഇൻറ്റു എക്സ്, അതായത് എഫ് ഇൻറ്റു എക്സ്. അപ്പൊ യൂണിറ്റ് എന്ത് വരും? എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂട്ടൺ ആണ് അല്ലെ. എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്, മീറ്റർ ആണ്. അപ്പൊ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് മൊമെന്റ് എന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ഒരുപാട് എ ഡി എന്ന് പറഞ്ഞൊരു മൊമെന്റ് ബീം ഉണ്ട്. ഡി എന്ന പോയിന്റിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സി ഡി എന്നുള്ള പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എ, ബി ഡി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് ബി, എ ഡി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് സി. അപ്പൊ നമ്മൾ മൊമെന്റ് എന്ന് മാത്രമായിട്ട് പറയാൻ പാടില്ല. മൊമെന്റ് ഓഫ് എ ഫോഴ്സ്, മൊമെന്റ് ഓഫ് എ വോള്യം, മൊമെന്റ് ഓഫ് ഏരിയ, മൊമെന്റ് ഓഫ് മാസ്, അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയണം. അത് മാത്രം പറ്റില്ല, എബൌട്ട് എ പോയിന്റും കൂടെ അവിടെ സ്പെസിഫൈ ചെയ്യണം. അപ്പൊ ശ്രദ്ധിക്കുക, മൊമെന്റ് ഓഫ് ഫോഴ്സ് എബൌട്ട് പോയിന്റ് സി, മൊമെന്റ് ഓഫ് ഫോഴ്സ് എബൌട്ട് പോയിന്റ് ഡി, മൊമെന്റ് ഓഫ് ഫോഴ്സ് എബൌട്ട് ബി, again moment of force about point A. അങ്ങനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് വേണം പറയാനായിട്ട് മൊമെന്റിനെ. കാരണം പല തരത്തിലുള്ള മൊമെന്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് സ്പെസിഫൈ ചെയ്ത് വേണം പറയാനായിട്ട്. മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്നാണ് പറയുന്നതെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. മൊമെന്റ് ഓഫ് ഏരിയ എന്നാണ് പറയുന്നതെങ്കിൽ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. മൊമെന്റ് ഓഫ് മാസ് ആണ് പറയുന്നതെങ്കിൽ മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി എന്ന പോയിന്റിലെ മൊമെന്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. Moment of force about point D is force into distance ആണ്. D എന്ന പോയിന്റ് ആണ് എടുക്കുന്നതെങ്കിൽ D എന്ന പോയിന്റും ഫോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല, 0 ആണ്. D എന്ന പോയിന്റും ഫോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് 0 ആണ്, അവിടെ ഡിസ്റ്റൻസ് ഇല്ല. സോ മൊമെന്റ് ഓഫ് ഫോഴ്സ് about point D is 0. അതായത് ലൈൻ സെയിം പോയിന്റിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തില്ല? മൊമെന്റ് ഇല്ല. ഇനി സി എന്ന പോയിന്റ് ആണെങ്കിലോ, മൊമെന്റ് ഓഫ് ഫോഴ്സ് അബൌട്ട് പോയിന്റ് സി ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഫോഴ്സ് ഇൻറ്റു എ. എ ആണ് അവിടുത്തെ ഡിസ്റ്റൻസ്. നെക്സ്റ്റ് മൊമെന്റ് ഓഫ് ഫോഴ്സ് അബൌട്ട് പോയിന്റ് ബി ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഫോഴ്സ് ഇൻറ്റു ബി. മൊമെന്റ് ഓഫ് ഫോഴ്സ് അബൌട്ട് പോയിന്റ് എ ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, അതായത് ഫോഴ്സ് ഇൻറ്റു സി. അപ്പൊ എങ്ങനെയാണ് മൊമെന്റ് കാണുന്നതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. നെക്സ്റ്റ് ആണ് ടൈപ്പ് ഓഫ് മൊമെന്റ്. ടൈപ്പ് ഓഫ് മൊമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ട്, ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ട്. അതായത് ഇവിടെ നോക്കുക, ഇവിടെ എ ബി എന്നുള്ളൊരു ബീം ഉണ്ട്, ഡിസ്റ്റൻസ് എ ആണ്. അപ്പൊ മൊമെന്റ് ഓഫ് ഫോഴ്സ് അബൌട്ട് എ എന്ന് പറയുന്നത് F1 ഇൻറ്റു എ ആണ്. F1 ഇൻറ്റു എ ആണ്. അത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് കൂടെ നോക്കൂ. F1 ഇൻറ്റു എ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുക അല്ലെ. അപ്പൊ ഏതാ ഡയറക്ഷൻ? ഇത് ഏതാ ഡയറക്ഷൻ? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ സോ ദിസ് മൊമെന്റ് ഈസ് ക്ലോക്ക് വൈസ് മൊമെന്റ്. ഓക്കെ, ഇനി ഇതിങ്ങനെയാണ് നമ്മുടെ ബീം എങ്കിൽ ഫോഴ്സ് ഇങ്ങനെയാണ് എങ്കിൽ ഈ ഫോഴ്സ് എങ്ങനെയാണ് പിയിലേക്ക് ആക്ട് ചെയ്യുക? ഇങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുക. ദിസ് വൺ ഈസ് അഗെയിൻ എന്താണ്? ക്ലോക്ക് വൈസ് മൊമെന്റ്. അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ആണ് അല്ലെ, ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ അത് ക്ലോക്ക് വൈസ് മൊമെന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്. ഇവിടെ നോക്കുക, നമ്മുടെ ഫോഴ്സ് എ ബി എന്നുള്ള ബീമില് F1 ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പൊ F1 ഇതുപോലെയാണ് ആക്ട് ചെയ്യുക. ഇത് ഏതാ ഡയറക്ഷൻ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് അല്ലെ. അപ്പൊ ഈ മൊമെന്റ് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് എന്ന് പറയാം. ഇനി രണ്ടാമത്തെ ബീമിൽ നോക്കൂ, F2 ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. പി എന്ന പോയിന്റിലേക്ക് മൊമെന്റ് എത്രയാണ്? F2 ഇൻറ്റു ബി. അത് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ മൊമെന്റിന് നമ്മൾ അതിന്റെ ഡയറക്ഷൻ നോക്കിയിട്ട് പറയാം. ആ പോയിന്റിലേക്ക് അതിനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ ബി എന്ന പോയിന്റിലേക്കാണ് മൊമെന്റ് എടുക്കുന്നതെങ്കിൽ F1നെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ അതിന്റെ ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷൻ വേണം പറയാനായിട്ട്.
ഓക്കെ. ഇനി നെക്സ്റ്റ് വണ്ണാണ് വാരിഗ്നോൺസ് തിയറം ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നോക്കാം എന്താണെന്ന്. മൊമെന്റ് ഓഫ് എ ഫോഴ്സ് അബൌട്ട് എനി പോയിന്റ് ഈസ് ഈക്വൽ ടു ദി ആൾജിബ്രാക് സം ഓഫ് ദി മൊമെന്റ് ഓഫ് ഇറ്റ്സ് കമ്പോണന്റ് അബൌട്ട് ദി സെയിം പോയിന്റ്. അതായത് നമുക്കൊരു ഫോഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഫോഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫോഴ്സിന് ഒരു മൊമെന്റ് പറയാനായിട്ട് പറ്റും. എങ്ങനെ? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നമുക്കൊരു മൊമെന്റ് കിട്ടിയല്ലോ. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ മൊമെന്റ് കിട്ടിയല്ലോ. ഇനി നമുക്ക് ഈ ഫോഴ്സിനെ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും നമുക്ക് റിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. കമ്പോണന്റ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ കമ്പോണൻസിന് ഒരു മൊമെന്റ് ഉണ്ടായിരിക്കില്ലേ? എക്സ് ഡയറക്ഷനിലെ കമ്പോണൻസ് ഉണ്ട്, വൈ ഡയറക്ഷനിലെ കമ്പോണൻസ് ഉണ്ട്. അപ്പൊ ഈ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലുള്ള കമ്പോണൻസിന് ഒരു മൊമെന്റ് ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ എഫിന് നമ്മൾ എഫ് എക്സും എഫ് വൈ ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എഫ് എക്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൊമെന്റ് ആയി. എഫ് വൈ ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്താൽ വീണ്ടും ഒരു മൊമെന്റ് ആയി അല്ലെ? അപ്പൊ ഈ കമ്പോണൻസിന്റെ മൊമെന്റ്സിന്റെ ആൾജിബ്രായിക് സമ്മ് ശ്രദ്ധിക്കുക. കമ്പോണൻസിന്റെ മൊമെന്റ്സിന്റെ ആൾജിബ്രായിക് സം എന്ന് പറയുന്നത് ആ ഫോഴ്സിന്റെ മൊമെന്റിന് ഈക്വൽ ആണ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു കമ്പോണൻസിന്റെ മൊമെന്റ്സിന്റെ ആൾജിബ്രായിക് സം. അതാണ് വാരിഗ്നോൺസ് തിയറം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്. ഒന്നുകൂടെ പറയാം. നമുക്കൊരു ഫോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോഴ്സിന് ഒരു മൊമെന്റ് എന്ന് പറയാൻ പറ്റും, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, നമ്മൾ അതിനെ നീക്കി വെക്കുക. ഇനി ആ ഫോഴ്സിനെ നമുക്ക് എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനിലൊക്കെ റിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സ് ഡയറക്ഷൻ വൈ ഡയറക്ഷൻ ഒന്നുമില്ല, രണ്ട് അതിനെ കമ്പോണൻസ് ആക്കിയിട്ട് റിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ കമ്പോണൻസിന് ഒരു മൊമെന്റ് ഉണ്ടായിരിക്കും. ആ മൊമെന്റിന്റെ ആൾജിബ്രായിക് സം എടുത്ത് വെക്കുക. ആ ആൾജിബ്രായിക് സം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, അതായത് ഫോഴ്സിന്റെ മൊമെന്റിന് ഈക്വൽ ആണ്. അതാണ് വാരിഗ്നോൺസ് തിയറം. Moment of a force about any point is equal to algebraic sum of the moments of its components about the same point. Okay, next one, conditions of equilibrium. Conditions of equilibrium. അതായത് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ ബാലൻസ് ആണ്. നമ്മുടെ പ്രകൃതിയിലുള്ള ഏതിൻ്റെയും ഒരു സ്വഭാവമാണ് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ, അപ്പോൾ അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന 3 കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് നമ്മൾ നോക്കാം. ആൾജിബ്രായിക് സം ഓഫ് ഹൊറിസോണ്ടൽ കമ്പോണൻസ് ഓഫ് ഫോഴ്സ് ഈസ് 0. നമ്മൾ ഒരു ഫോഴ്സിനെ കമ്പോണൻസ് ആക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണൻസിന്റെ ആൾജിബ്രായിക് സം 0 ആയിരിക്കണം. അതായത് സിഗ്മ എഫ് എക്സ് ഷുഡ് ബി 0. എക്സ് ഡയറക്ഷനിലുള്ള എല്ലാ ഫോഴ്സിന്റെയും ആൾജിബ്രായിക് സം 0 ആയിരിക്കും. ആൾജിബ്രായിക് സം എന്ന് പറയാനുള്ള കാരണം എന്താ? എക്സ് ഡയറക്ഷനിൽ തന്നെ മൈനസ് ഉണ്ടാവും പ്ലസ് ഉണ്ടാവും അല്ലെ? റൈറ്റിലേക്ക് പോകുന്നതെല്ലാം നമ്മൾ പ്ലസ് ആയിട്ടും ലെഫ്റ്റിലേക്ക് പോകുന്നതെല്ലാം നമ്മൾ മൈനസ് ആയിട്ട് എടുക്കുക. എക്സ് ഡയറക്ഷനിൽ റൈറ്റിലും പോവാം ലെഫ്റ്റിലും പോവാം. സോ സൈൻ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണൻസിന്റെ ആൾജിബ്രായിക് സം 0 ആയിരിക്കണം. സിമിലർലി വെർട്ടിക്കൽ കമ്പോണൻസിന്റെ ആൾജിബ്രായിക് സമ്മും 0 ആയിരിക്കണം. അതായത് സിഗ്മ എഫ് വൈ ഷുഡ് ബി 0. സിഗ്മ എഫ് വൈ ഷുഡ് ബി 0. Again, algebraic sum of moments of force about any point in their plane should be 0. നമ്മൾ ഏതെങ്കിലും പോയിന്റിലെ കൺസിഡർ ചെയ്യുന്ന മൊമെന്റ് അതിന്റെ ആൾജിബ്രായിക് സമ്മും എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, ഇതാണ് കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം. കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഏതൊക്കെയാണ്? 3 ഉണ്ട്. സിഗ്മ എഫ് എക്സ് ഈസ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈസ് ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ എം ഈസ് ഈക്വൽ ടു 0. ക്ലിയർ? സിഗ്മ എഫ് എക്സ് ഈസ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈസ് ഈക്വൽ ടു 0, സിഗ്മ എം ഈസ് ഈക്വൽ ടു 0. ഇത്രയാണ് കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം. ഇനി നെക്സ്റ്റ് വൺ, ബീംസ്. ഓക്കെ, ഇത്ര മതി. ഇത്രയും നേരമായി അല്ലേ? ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തു തരാം. റിയാക്ഷൻ കണ്ടുപിടിക്കുന്നതും മറ്റു കാര്യങ്ങളും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ് ഈ സെക്ഷൻ. എല്ലാവരും അറ്റൻഡൻസ് ചാറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ.